നമുക്കിന്ന് ഈ കാണുന്ന കാക്കകളെ പറ്റി ഒരു കഥ കേൾക്കാം. കേമനും കോമനും. ചിത്രത്തിൽ ആദ്യം കാണുന്നത് കേമൻ കാക്കയാണ്. എല്ലാവരെയും പറ്റിച്ച് സുഖമായി ജീവിക്കാനുള്ള മാർഗം അറിയുന്ന ആളാണ് കേമൻ കാക്ക. കോമനാകട്ടെ വളരെ പാവം കാക്കയാണ്, നല്ല കാക്കയാണ്. ഒരു ദിവസം 2 പേരും കൂടെ നടന്നു പോകുന്നതിനിടയ്ക്ക് കേമൻ പറഞ്ഞു, ഞാനാണ് കാക്കകളിൽ ഏറ്റവും ശക്തിമാൻ. നിനക്ക് എങ്ങനെ അറിയാം? കോമൻ ചോദിച്ചു. എനിക്ക് വളരെ ഭാരം തൂക്കി ഉയരത്തിൽ പറക്കാൻ കഴിയും, അവൻ പറഞ്ഞു. കോമന് വിശ്വാസമായില്ല. അവൻ പറഞ്ഞു, ചങ്ങാതി, നീ വെറുതെ നുണ പറയുകയാണ്, ഞാനിത് വിശ്വസിക്കുന്നില്ല. എങ്കിൽ നിനക്ക് കഴിയുമോ സഞ്ചിയിൽ ഭാരം തൂക്കി പറക്കാൻ? കേമൻ കോമനോട് ചോദിച്ചു. കോമൻ പറഞ്ഞു, എനിക്ക് ഉറപ്പില്ല, പക്ഷെ ശ്രമിച്ചു നോക്കാം. ആരാണ് ജയിക്കുന്നത് എന്ന് നമുക്ക് പന്തയം വയ്ക്കാം. അങ്ങനെ അവർ ഒരു മത്സരം വെച്ചു. പറന്ന് പറന്ന് ആരാണോ മുകളിൽ ചെല്ലുന്നത് അവനായിരിക്കും ഏറ്റവും ശക്തിമാൻ, അവനാണ് സമ്മാനവും. ഇത് കേട്ട കോമൻ കാക്ക പറഞ്ഞു, ശരി, സമ്മതിച്ചിരിക്കുന്നു. കേമൻ പറഞ്ഞു, ഓക്കെ, ഞാൻ വേഗത്തിൽ സഞ്ചി റെഡിയാക്കാം, നീ വിശ്രമിച്ചോളൂ, ഞാൻ വലിയ ബലവാനാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് വിശ്രമത്തിന്റെ ആവശ്യമില്ല. ഇത് കേട്ട കോമൻ കാക്ക വേഗം മരച്ചുവട്ടിലിരുന്ന് വിശ്രമിച്ചു. കേമനാകട്ടെ 2 സഞ്ചികളിൽ ഭാരം നിറയ്ക്കുകയാണ് എന്ന വ്യാജേന ഒരു സഞ്ചിയിൽ പഞ്ഞിത്തുണ്ടുകളും മറ്റൊരു സഞ്ചിയിൽ ഉപ്പും നിറച്ചു. എന്നിട്ട് കോമനോട് പറഞ്ഞു, ശരി, നമുക്ക് മത്സരം തുടങ്ങാം. കോമൻ വേഗം എഴുന്നേറ്റ് മത്സരത്തിന് വന്നു. 2 പേരും സഞ്ചികൾ കാലിൽ തൂക്കി ഉയരത്തിലേക്ക് പറക്കാൻ ശ്രമിച്ചു. പക്ഷേ കാലിൽ ഉപ്പുസഞ്ചി തൂക്കിയ കോമന് ഉയരത്തിലേക്ക് പറക്കാൻ സാധിച്ചില്ല. അവൻ വളരെ സങ്കടത്തോടെ ചങ്ങാതിയെ നോക്കി. അവൻ ഉയർന്നു പറക്കുകയാണ്. ആ സമയത്ത് ആകാശം നിറയെ കാർമേഘങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. പെട്ടെന്ന് മഴ പെയ്യാൻ തുടങ്ങി. മഴ പെയ്ത നിമിഷം കോമന്റെ സഞ്ചിയിലുള്ള ഉപ്പുകല്ലുകൾ അലുന്ന് താഴേക്ക് വീണു. അവ മഴവെള്ളത്തിൽ കുതിർന്ന് വീണുകൊണ്ടേയിരുന്നു. കോമന്റെ സഞ്ചിയിൽ ഭാരം കുറവായി. കേമനാകട്ടെ സഞ്ചിയിൽ നിറച്ചത് പഞ്ഞിത്തുണ്ടുകളാണ്. പഞ്ഞിത്തുണ്ടുകൾ മഴവെള്ളം കുടിച്ച് വീർത്ത് സഞ്ചി വളരെ ഭാരമേറിയതായി. അതോടുകൂടി പറക്കാനാകാതെ അവൻ തളർന്ന് താഴെ വീണു. താഴെ വീണു കിടന്ന കേമന്റെ അടുത്തേക്ക് കോമൻ പറന്നു വന്നു. എന്നിട്ട് ചോദിച്ചു, ചങ്ങാതി, എന്തു പറ്റി? കേമന് വളരെ സങ്കടവും നാണവും തോന്നി. അവൻ പറഞ്ഞു, എനിക്ക് തെറ്റുപറ്റിപ്പോയി, ചതിയിലൂടെ മത്സരം ജയിക്കാനാണ് ഞാൻ ശ്രമിച്ചത്. ഇത്രയും പറഞ്ഞ് കേമൻ തേങ്ങിക്കരഞ്ഞു. കോമനാകട്ടെ അടുത്ത് വന്ന് ആശ്വസിപ്പിച്ചു. ചങ്ങാതി, തെറ്റ് പറ്റാത്തവരില്ല, പറ്റിയ തെറ്റ് തിരുത്തുവാൻ നീ തയ്യാറായി, അത് തന്നെ വലിയ കാര്യം. ഇത് കേട്ട കേമന് വലിയ സന്തോഷമായി. 2 പേരും സന്തോഷത്തോടെ പറന്നുപോയി.